കാനഡയിൽ ആൽബർട്ട പ്രൊവിൻസിൽ സ്ഥിതി ചെയ്യുന്ന ലേക്ക് ലൂയിലെ മനോഹരമായ കാഴ്ചകളൊക്കെ കാണുവാനാണ് ഞാൻ നിങ്ങളെ ഇന്ന് കൊണ്ടുപോകുന്നത്. ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ കാൽഗറി എയർപോർട്ടിൽ നിന്നും ഞങ്ങൾ റോഡ് മാർഗമാണ് പോയിരുന്നത്. ഉച്ച കഴിഞ്ഞ് 4 മണിയോടുകൂടി പുറപ്പെട്ടിരുന്ന ഞങ്ങൾ ഏകദേശം 6 മണിക്ക് ബുക്ക് ചെയ്ത ഹോട്ടലായ ലേക്ക് ലൂയി ഇന്നിലെത്തി. സാമാന്യം തരക്കേടില്ലാത്ത മുറികളൊക്കെ ആയിരുന്നു. ഇവിടെ സീസൺ ആയതിനാൽ നല്ല തിരക്കാണ്. റൂം റെന്റൊക്കെ വളരെ കൂടുതലാണ്. കുറേയധികം കെട്ടിടങ്ങളിലായിട്ടാണ് ഈ ഹോട്ടൽ മുറികളൊക്കെ സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ കാലാവസ്ഥയാണെങ്കിൽ ഇടയ്ക്കിടെ മഴയും പിന്നെ വെയിലും ഒക്കെ മാറി മാറി വരുന്ന രീതിയിലാണ് ഇപ്പോഴുള്ളത്. സമയം ഏകദേശം 7 മണിയാകാറായി. ഞങ്ങൾ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തതിന് ശേഷം ലേക്ക് കാണുവാനുള്ള ആവേശത്തിൽ കാൽനടയായി മുന്നോട്ട് നീങ്ങുന്നു. അടുത്തു തന്നെയാണ് ലേക്ക്. ഇപ്പോഴ് 7 മണിയായെങ്കിലും ഒരു 9:30 മണിയോടുകൂടി മാത്രമേ ഇരുട്ട് വ്യാപിക്കുകയുള്ളൂ. പൈൻ മരങ്ങളുടെ ഇടയിലൂടെ നടപ്പാതയിലൂടെ മുന്നിൽ കാണുവാൻ പോകുന്ന കാഴ്ചകളെ ഓർത്ത് നടക്കുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം തോന്നി. കണ്ടോ ലേക്ക് ലൂയി? പകുതിയിൽ അധികം ഭാഗം പർവ്വത നിരകൾ, ശേഷം താഴ്വരകൾ, പിന്നെ മനോഹരമായ തടാകം. അത്ഭുതകരമായ ഈ കാഴ്ചകൾ കാണുവാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും ലേക്ക് ലൂയിയുടെ കാഴ്ചകൾ ഇഷ്ടമായോ? കമന്റ് ചെയ്യണേ. ഒരു പ്രത്യേകതരം ഷേപ്പിലാണ് ഈ ലേക്ക് ഉള്ളത്. ഇതുപോലുള്ള തടാകം നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? അനുഭവം പങ്കുവെക്കണേ. ഈ തടാകത്തിൽ തോണിയിലൂടെയുള്ള യാത്രയും കയാക്കിങ്ങും മറ്റുമേ അനുവദിക്കൂ. മോട്ടോർ ബോട്ട് യാത്ര അനുവദനീയമല്ല. നീല നിറത്തിലുള്ള വളരെ ക്ലിയർ ആയിട്ടുള്ള വെള്ളം. പർവ്വതങ്ങളുടെ മുകളിൽ സ്നോ ഇപ്പോഴും കെട്ടിക്കിടക്കുന്നതായി ദൂരെ നിന്ന് നോക്കുമ്പോൾ കാണുവാൻ കഴിയും. അത് വളരെ ഭംഗി തോന്നിപ്പിക്കുന്നു. ആയിരത്തി 1890 ഈ സ്ഥലത്ത് ഒരു ചെറിയ കെട്ടിടമെങ്കിലും വരുന്നത്. എങ്കിലും
10,000 വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ഇവിടെ വിസിറ്റേഴ്സ് എത്തിയിട്ടുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. വർഷത്തിൽ 6 മാസത്തിലധികം ലേക്ക് ലൂയില് സ്നോ അല്ലെങ്കിൽ ഐസോ ആയിരിക്കും. കാരണം വിന്റർ ഇവിടെ കൂടുതലും സമ്മർ കുറവുമാണ്. ശരാശരി ഒരു ദിവസത്തെ ടെമ്പറേച്ചർ ജനുവരിയില് -14°C ജൂലൈയിലാണെങ്കിൽ 13°C അതിനാൽ തന്നെ എപ്പോൾ വരുമ്പോഴും വിന്റർ ജാക്കറ്റും മറ്റും കരുതിയിരിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. രാവിലെ പ്രത്യേകിച്ച് നല്ല തണുപ്പുണ്ടായിരിക്കും. ഫെയർമോണ്ട് ഷാറ്റോ ലേക്ക് ലൂയി. ഇവിടെ ഈ ലേക്കിന്റെ തീരത്ത് പണിതിരിക്കുന്ന കൊട്ടാരത്തിന് സമാനമായ വലിയൊരു കെട്ടിടം. നല്ല താമസ സൗകര്യമുള്ള മുറികളും മറ്റ് അറേഞ്ച്മെന്റ്സുമാണ് എന്നാണ് പറയപ്പെടുന്നത്. റൂമിന്റെ റെന്റൊക്കെ വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് ഇത് ലേക്കിന് വളരെ അടുത്തത് കാരണം. ഞങ്ങൾ അടുത്ത ദിവസം രാവിലെ കോഫിയും സ്നാക്സും കഴിക്കാമെന്ന് കരുതിയുള്ള ഒരു കാൽനട യാത്ര. ഇപ്പോൾ രാവിലെ നല്ല തണുപ്പ്. ജാക്കറ്റ്സും മറ്റും ധരിച്ചിട്ടാണ് ഞങ്ങളുടെ യാത്ര. ഞങ്ങൾ 7 പേരാണ് തുടക്കത്തിൽ കൂട്ടത്തിൽ ഉണ്ടായിരുന്നതെങ്കിലും പിന്നീട് അടുത്തുള്ള ഒരു സ്ഥലത്ത് നിന്ന് ഒരു ഫാമിലി കൂടി ചേർന്നപ്പോൾ 10 പേരുടെ നല്ലൊരു സംഘമായി മാറി. കണ്ടോ, 2 സൈഡിലും വൃക്ഷങ്ങൾ, ചെറിയ പൈൻ മരങ്ങൾ, നടുക്കുകൂടി ഒഴുകുന്ന മനോഹരമായ ഒരു പുഴ. നല്ല ശക്തിയിൽ തന്നെ പുഴ ഒഴുകുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. ഇവിടെ നിന്ന് കാണുന്ന മൗണ്ടെയ്ൻസിന്റെ വ്യൂസ്, പ്രത്യേകിച്ച് പച്ച പിടിച്ച മരങ്ങളുടെ ഇടയിലൂടെ കാണുമ്പോൾ കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ച അല്ലേ?
ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണേ. എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്തതിന് എല്ലാവർക്കും നന്ദി. ഹാവ് എ നൈസ് ഡേ, നൈസ് ടൈം. അടുത്ത സ്ഥലത്തേക്കുള്ള ഞങ്ങളുടെ യാത്ര തുടരുന്നു. മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ, സീ യു സൂൺ.